പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഫിലോമിന, എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻ്റണി. ഞങ്ങൾ വയനാട് മാനന്തവാടി തവിഞ്ഞാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് ലഭിച്ച രോഗശാന്തിയുടെ അത്ഭുതകരമായ സാക്ഷ്യം പറയാനും നന്ദി പറയാനുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2022 ഒക്ടോബർ 27 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് കാരണം, അതിന് 3-4 മാസങ്ങൾക്ക് മുമ്പ് ചേട്ടനൊരു പനി വരികയും ആ പനി മാറി, പക്ഷേ ചുമ നിൽക്കുന്നില്ല. പല ആയുർവേദവും ഹോമിയോ മരുന്നും കാണിച്ചു, പക്ഷേ ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലെൻസിൻ്റെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ ആദ്യമേ തന്നെ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ ചെയ്യണമെന്ന്. CT സ്കാൻ എടുത്തപ്പം തന്നെ ഡോക്ടർക്ക് മനസ്സിലായി. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ്, നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം ഞങ്ങൾക്ക് ഈ രോഗത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ ഒന്ന് CT സ്കാൻ എടുത്ത് നോക്കാം. അത് രാവിലെ വന്ന് വെറും വയറ്റിൽ വന്ന് ഒന്നും കൂടെ CT സ്കാൻ എടുത്തു. അപ്പം കൃത്യമായിട്ട് തെളിവ് വന്നു. അതിനകത്ത് ഡോക്ടർ ഞങ്ങളോട് പറയുന്നത്, ഇങ്ങനെ വിഷമിക്കരുത്, ചേട്ടനൊന്ന് കൂടെ ഇല്ലായിരുന്നു, വളരെയേറെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുകയാണ്. കിഡ്നിയിൽ 8.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴ, അതിൽ നിന്ന് 4 അവയവത്തിലേക്ക്, ശ്വാസകോശത്തിലേക്കും കരൾ, പിത്താശി എന്നിവയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. നമുക്കിനി മരുന്നും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഡോക്ടർ വയനാട് മെഡിക്കൽ കോളേജിലാണല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോ, സാമ്പത്തിക സ്ഥിതി മോശമല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പം മാതാവ് അതിന് മുമ്പ് എന്ന് പറഞ്ഞോട്ടെ 2019 എനിക്കൊരു കോവിഡ് വരികയും ഞാനൊരു 10-25 ദിവസം കോവിഡ് സെൻ്ററിൽ കിടന്ന് എനിക്ക് എൻ്റെ ഒരു വശം ഭയങ്കര വേദനയായി തളർന്നു പോകും. എനിക്ക് കിടപ്പ് രോഗിയായി പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന, ഒരു 15 നിമിഷമുള്ളൊരു പ്രാർത്ഥന എനിക്ക് ലഭിച്ചു. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയപ്പം അന്നും ആയുർവേദവും ഹോമിയോ ഒക്കെ ഞാൻ മരുന്ന് കഴിച്ചായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കുറവ് വന്നില്ല. അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ എന്നും രാത്രിയിൽ ആ പ്രാർത്ഥന ചൊല്ലി 7 ദിവസം ആയപ്പം, അന്ന് നമുക്കറിയില്ല 7 ദിവസം 21 ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലാറ്. 7 ദിവസം ചെല്ലിയപ്പോൾ തന്നെ എനിക്ക് എഴുന്നേറ്റ ആൾക്കാരായി, എൻ്റെ വേദന കാലിൻ്റെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഇവർക്കും ചേട്ടന് അസുഖം വന്നപ്പോഴും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ചേച്ചിക്ക് എങ്ങനെയാണ് കാലിൻ്റെ വേദന മാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥന 15 മിനിറ്റ് നേരമുള്ള പ്രാർത്ഥന ഇട്ട് കൊടുക്കുമായിരുന്നു. അത് 2019 അങ്ങനെ 20-21 കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മക്കൾ പഠിക്കുന്നുണ്ട്, PSC പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പം അവർ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ആ നിമിഷം ഞാൻ ഈ മാതാവിനോട്, കൃപാസന മാതാവിനോട്, ഈശോയോടും പ്രാർത്ഥിക്കും, ഈശോയെ അവർക്ക് ലിസ്റ്റിൽ ഇടം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ വീട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അത്ഭുതം എന്നോട് പറയട്ടെ, അവർ ആദ്യത്തെ ഇളയ മോന് പോലീസിൻ്റെ ലിസ്റ്റിൽ വന്നു. പക്ഷേ അത് ആ ലിസ്റ്റ് തള്ളിപ്പോയി. രണ്ടാമത് അവൻ നിരാശപ്പെടാതെ പഠിച്ചു. അങ്ങനെ ആ ലിസ്റ്റ് കയറിയിരിക്കുന്ന സമയത്താണ് ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥ ഞങ്ങൾക്ക് വന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഈ ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ഇനി മരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്, എൻ്റെ അമ്മ എന്നെ രക്ഷിക്കും, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും, അമ്മേ ഞാൻ അവിടെ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, ഞാൻ ഈ ആൾത്താരി വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ ആ നിമിഷം, അതായത് മെഡിക്കൽ കോളേജ് മാനന്തവാടി ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ നിമിഷം ഞാൻ ഒത്തിരി നേരം അവിടെ ഇരുന്ന് കരഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് നേർന്നപ്പം എന്തോ ഒരു ശക്തി, ഒരു പ്രത്യേക ഒരു തലോടൽ എനിക്ക് ഉണ്ടായി, ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ ഉള്ളിൽ ഒതുക്കി വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പം ഡോക്ടറും പറഞ്ഞു ഇതിന് മരുന്നൊന്നും ഇല്ല, നമുക്ക് നോക്കാം, ബയോപ്സിക്ക് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് എടുക്കുന്നു. അപ്പം അതിനു മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരി ഇവിടെ വന്നപ്പോൾ ഞാൻ അന്ന് അവളോട് പറഞ്ഞു, അമ്മയുടെ അടുത്തുനിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കൾ എനിക്ക് കൊണ്ട് തരണമെന്ന്. അപ്പോൾ അവൾ തേനും ഉപ്പും അതിൻ്റെ കൃപാസന പത്രവും കൊണ്ട് തന്നു. ഞങ്ങളതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ചേട്ടനും ഉപ്പൊക്കെ കൊടുത്തു. നല്ല വേദനയുണ്ട്, പക്ഷേ ആ ഉപ്പൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരിയേറെ കുറവ് വരും. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് ബയോപ്സിക്ക് കൊടുത്തു. അവിടെ ഞങ്ങൾക്ക് മുന്നേ 2 സിസ്റ്റർമാരെ മാതാവ് അയച്ചിരുന്നു. അവരുടെ സഹായത്തിലൂടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബയോപ്സിക്ക് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ 12 ദിവസം എന്ന് പറഞ്ഞത് ഈ 38
38 ദിവസമായി അപ്പം റിസൾട്ട് കിട്ടാൻ. അതിനു മുമ്പ് ഒക്ടോബർ 22-ാം തീയതിയാണ് ബയോപ്സിക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് ഉടനെ തന്നെ വയനാട്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട്. ആ വണ്ടിക്ക് ബുക്ക് ചെയ്ത് ഒക്ടോബർ 27-ാം തീയതി തന്നെ ഇവിടെ വന്ന് അമ്മയുടെ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു അനുഭവം, പ്രത്യേക ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നെ അമ്മ ഞങ്ങളെ കൈവിടില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ 3 പേരും കൂടെയാണ് വന്നത്. മോനും ചേട്ടനും വന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന് നിരന്തരം ചുമയാണ്. പക്ഷേ വണ്ടിക്കാരനോട് ഞാൻ പറഞ്ഞായിരുന്നു ചുമയ്ക്കും അതിന് കുഴപ്പമുണ്ടോയെന്ന്. അപ്പം പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും രോഗികളല്ലേ, നമ്മൾ അമ്മ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് 38-ാം ദിവസം ബയോപ്സി റിസൾട്ട് കിട്ടി. അപ്പോഴത്തേക്കിന് ചേട്ടന് തീരെ അവശതയായിരുന്നു. വണ്ണം കുറഞ്ഞ് ശരീരം തീരെ ക്ഷീണിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഈ രോഗിക്ക് മരുന്നില്ല, നിങ്ങൾ റേഡിയേഷന് കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൃപാസനാമ്മയുടെ ഉടമ്പടി കാശ് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കുടുംബത്തിലുള്ള ഞങ്ങൾ 6 പേരുണ്ട്. അവരെല്ലാവരും ഈ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കും. അതിന് മുമ്പ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥന, പിള്ളേർ മക്കളുള്ളവർ അവർ പെട്ടെന്ന് TV വെക്കും വൈകുന്നേരം ആകുമ്പോൾ. അപ്പം ഞങ്ങൾ അന്നൊക്കെ ആ TV കണ്ട് ഭക്ഷണം കഴിച്ച് അതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ. അത് ചിലപ്പോൾ 9 മണിയൊക്കെ ആവും. പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യം 7 മണിക്ക് അന്ന് മുതൽ ഇന്ന് വരെ കൃത്യം 7 മണിക്ക് മറ്റെന്താ പരിപാടികളെല്ലാം മാറ്റിവെച്ചു. പ്രാർത്ഥന, കുരിശ് വരച്ച് പ്രാർത്ഥന, സായന പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പലത്തയിലും എല്ലാവരും പരസ്പരം പറ്റി പ്രാർത്ഥിച്ചു സ്തുതി ചൊല്ലിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഒരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ മാതാവ് എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളൊക്കെ ചേച്ചിയുടെ ഒരു മക്കളുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ കുംസാരിച്ചു, നല്ല ഒരു കുംസാരം നടത്തി. ആ കുംസാരിച്ച സമയത്ത് തന്നെ അച്ഛന് നിന്നൊരു കൗൺസിലിംഗ് കിട്ടി. അപ്പം നല്ലൊരു മനസ്സിനൊരു സന്തോഷവും എൻ്റെ ചേട്ടനെ സുഖപ്പെടുത്തും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ചേട്ടനോട് ഞങ്ങളോട് പറയണത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് റേഡിയേഷന് കയറ്റിക്കോളാം. അപ്പം ഞങ്ങൾ ചേച്ചിയുടെ മക്കൾ വന്ന് അവരുമായിട്ട് ഞങ്ങളൊരു ചെറിയ പിണക്കത്തിനുണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ക്ഷമിച്ചു. അവർ ഞങ്ങളെ വന്ന് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു. അവർക്ക് വണ്ടിയുണ്ട്. അവർ വേഗം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയില്ല. MBR ഹോസ്പിറ്റലിൽ, കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശ്രീലേഷ് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ആദ്യം പറഞ്ഞത് മാസം 30,000 രൂപയുടെ ഗുളിക മതി എന്നാണ്. പക്ഷേ ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ആക്കിയപ്പം പറയണത് നിങ്ങൾക്ക് ഗുളിക മാത്രം പോരാ, ഒരു ഇഞ്ചക്ഷന് 2 ലക്ഷം രൂപയുടെ ഇമ്മ്യൂണോതെറാപ്പി എന്ന ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന്. ഞങ്ങൾ ആദ്യം കേട്ടപ്പം വിഷമിച്ചു പോയി. കാരണം ഞങ്ങളുടെ അത്രയും പൈസയൊന്നും നമുക്ക് അന്നേരം പെട്ടെന്നൊന്നും എടുക്കാനില്ലായിരുന്നു. എന്നാലും ധൈര്യമുണ്ട്, അമ്മയുണ്ട് കൂടെ. ഈ മരുന്ന് കൊണ്ടൊന്നുമല്ല, നമുക്ക് അമ്മ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന്, ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി കഴിഞ്ഞപ്പം അവിടെ എക്സ്റേ എടുത്തപ്പോണ്ട് ശ്വാസകോശം മൊത്തം പോയി, കരൾ, കിഡ്നി, പിത്താശി എല്ലാം ഇതും കൂടെ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ആ ബയോപ്സി റിസൾട്ടിൽ അത് കൂടുതൽ ഒന്നും വ്യാപിച്ചിട്ടില്ല, അവിടെ തന്നെ നിന്നു. പിന്നെ പുറകോട്ട് പോരുകയാണ് ചെയ്തത്. ആ രോഗം ഈ 38 ദിവസം കഴിഞ്ഞിട്ട് പോലും കൂടെ ആ രോഗം അവിടെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഫ്ലൂയിഡ്, ശ്വാസകോശം മൊത്തം നിറഞ്ഞു. അപ്പോൾ ആദ്യം കുത്തിയെടുത്തു, അവർ റിസൾട്ടിന് വിട്ടായിരുന്നു. 2-ാമത്തെ ദിവസം കൊണ്ട് കുത്തിയെടുത്തായിരുന്നു പോരാ, അത് ഒത്തിരിയേറെ അവിടെ നിറയുകയെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ ദിവസം ട്യൂബ് ഇട്ടു. 3-ാമത്തെ ദിവസമായപ്പം പറഞ്ഞു നമുക്കിനി ഇഞ്ചക്ഷനും കൊടുത്തിട്ടില്ല, ഹീമോൻ്റെ ഇഞ്ചക്ഷനും കൊടുത്തിട്ടില്ല, ഗുളികയും കൊടുത്തിട്ടില്ല, ഇഞ്ചക്ഷനും കൊടുത്തിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ ഫ്ലൂയിഡ് നിൽക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോക്കോ, 7 ദിവസം വരെ നമുക്ക് നോക്കാം. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പോകുകയാണെങ്കിൽ 7 ദിവസത്തിൽ കൂടുതലൊന്നും ആളിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു ധൈര്യം തന്നായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ചേട്ടനോട് പറഞ്ഞു, നമുക്ക് ആദ്യം പോയപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ, നമുക്ക് ഫ്ലൂയിഡ് ഈ കുത്തിയെടുത്തോണ്ടിരിക്കുക, ട്യൂബ് ഇട്ടിട്ടുണ്ട്, അപ്പം നമ്മൾ വീട്ടിലോട്ട് കൊണ്ടാക്കണം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമുക്ക്
വയനാട്ടിൽ പോകുന്നതിനും അത്രയും ദൂരമുള്ളൂ ഇങ്ങോട്ട് വരുന്നതിന്. ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് എല്ലാവരോടും പറഞ്ഞു. ആംബുലൻസിൽ കൊണ്ടുവരാൻ വേണ്ടി 3-ാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുപോക്കളാൻ. അങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ച ആ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി തൈലം ചേട്ടന ട്യൂബിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓടി വന്ന് സിസ്റ്റർ പറയുകയാണ്, നമ്മൾ അച്ഛൻ ഇനി മരുന്ന് ചെയ്യുക, ആ ഫ്ലൂയിഡിനകത്ത് ക്യാൻസറിൻ്റെ അംശമില്ല എന്ന്. മാതാവ് ആ നിമിഷം ഇടപെട്ടതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടെ നിന്ന് 3 മണിയായപ്പോൾ ഹീമൻ്റെ ഗുളിക കൊടുത്തു. 4-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസമാണ് ഇത് പറഞ്ഞ്, 4-ാമത്തെ ദിവസമുണ്ട് ആ ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞു. അത് 3/4 ലിറ്ററായി. ആദ്യം 2.5-3 ലിറ്ററോടത്തോളം വന്ന 3/4 ലിറ്ററായി. 5-ാമത്തെ ദിവസം നോക്കുമ്പോൾ അത് 15 മില്ലി ആയി കുറഞ്ഞു. അപ്പം ട്യൂബ് എടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാം, ആൾ ശരീരം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ 2 ലക്ഷത്തിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. ബ്ലഡിൻ്റെ അളവോ BP അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ശരീരത്തിനില്ല. അപ്പം 7 ദിവസം എന്ന് പറഞ്ഞ ആ ദിവസം 7-ാം ദിവസമുണ്ട് ഞങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ വെച്ചു. ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ അമ്മ മാതാവ് വന്ന് നേരിട്ട് ഇടപെട്ടു. 21 ദിവസം കൂടുമ്പോൾ ഈ 2 ലക്ഷത്തിന് ഇഞ്ചക്ഷൻ വയ്ക്കണം. 2-ാമത്തെ ദിവസം ഞങ്ങൾ 21 ദിവസം കഴിഞ്ഞപ്പം ഡിസംബർ മാസത്തിൽ ഞങ്ങൾ വന്നു. അപ്പോൾ 2022 ഡിസംബറിൽ അവിടെ ഡോക്ടറെ അടുത്ത് MBRE ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റാക്കി. നല്ല പനിയുണ്ട്. പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ആൾ ഓക്കെയാണ്. ആളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളോടൊക്കെ ഒരു കുഴപ്പമില്ല. ബാത്റൂമിലൊക്കെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ശരീരം ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നേരം വെളുത്തപ്പോൾ സിസ്റ്റർമാരെപ്പോഴും ടെസ്റ്റ് ഓരോ പരിശോധനയ്ക്ക് വരും. BP ഒക്കെ നോക്കാൻ വരും. അന്നേരം നേരം വെളുത്ത് നോക്കാൻ വന്നപ്പോൾ ഒരു 3 മണിയായപ്പോൾ ആൾക്ക് ഓക്സിജൻ ഇല്ല, BP ഇല്ല, ഒന്നുമില്ല. അപ്പോഴത്തേനും ഡോക്ടർമാരെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ICUലോട്ട് മാറ്റണം. ICUലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ICUലോട്ട് മാറ്റണം, അറ്റാക്കിൻ്റെ ആരംഭമാണെന്ന് തോന്നുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു ആദ്യം. പക്ഷേ വിഷമം, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. മോനും ഉണ്ടായിരുന്നു. മോനും എന്നോട് പറഞ്ഞു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ICUലോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയി 5 ദിവസം അവിടെ കിടന്നു. അന്ന് രാത്രിയിൽ അവിടുത്തെ ഒരു ഡോക്ടർ വന്നിട്ട്, അപ്പം പുള്ളിക്കാരനാ ഒന്നും മരുന്ന് ചെയ്യാൻ പറ്റില്ല, അറ്റാക്കിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ റിസൾട്ടെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം അവിടെയുള്ളൊരു ലേഡി ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ അച്ഛാന്ന് ചോദിച്ചു. ആ ഡോക്ടർ വന്ന് ഒരു 15 മിനിറ്റ് നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. കാരണം ഈ രോഗി മരിച്ചു പോവുകയുള്ളൂ. അപ്പം ഡോക്ടർ അങ്ങനെയായിരിക്കും. എന്നോട് നേരം വെളുത്തപ്പോൾ ഞാൻ ചെന്നു. രാവിലെയും വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു ഡോക്ടർ എന്നോട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു, ഒത്തിരി വലിയൊരു അനുഭവമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാതാവ് ആളെ വിട്ടതാ, ഡോക്ടറെ വിട്ടതാ, മാതാവ് ഒന്ന് പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു. അപ്പം ചെല്ലുമ്പം ഞാൻ ഈ കാശുരൂപം 5-അരമണിക്കൂറേ കാണാൻ പറ്റുള്ളൂ. അരമണിക്കൂർ നേരം കൈ കൊടുത്തിട്ട് പോരില്ല. കാരണം അവർ ICUലല്ലേ. തിരിച്ച് വൈകുന്നേരം ചെല്ലുമ്പോഴും ഞാൻ കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിക്കും. അപ്പം ആളോ നല്ല ഓക്കെയാണ്. 5-ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറയുന്നു ഓക്സിജൻ കൊടുക്കാതെ നമുക്ക് ഓക്സിജൻ മാസ്ക് എടുത്തു കഴിഞ്ഞാൽ ശ്വസിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് നിങ്ങളെ ഇവിടെ കിടന്ന് ICU കിടന്ന് ഒത്തിരി പൈസ ആവില്ലേ, നിങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വാർഡിൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മേ കൈവിടരുതേ അമ്മേ, കാരണം ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നേ അമ്മേ കൈവിടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാത്രിയിലുണ്ട് ഓക്സിജൻ മാസ്ക് ഇങ്ങനെ വെച്ച് ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കും. മാസ്ക് എടുത്താൽ ശ്വസിക്കും, ആൾക്ക് വിഷമമാവും. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓക്സിജൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് ഓർത്ത് 96-94 ആയി. അപ്പോൾ എന്തായിരിക്കുന്നു ഓർത്തോട് നോക്കണമെന്നിപ്പോൾ ആ മാസ്ക് എടുത്ത് ആൾ ഇവിടെ തലയെ വെച്ചിട്ട് നല്ല ഇതായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി മാതാവേ എന്താ ഇത് അല്പം നടക്കുകയാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കൂടുമ്പോൾ സിസ്റ്റർമാർ വരും രാത്രിയാണെങ്കിലും. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി അളവ് 90 താഴെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ നോക്കുമ്പോൾ 90-91 പിന്നെ മുകളിലോട്ട് പോവുക. ആൾ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വേഗം
ഒക്കെ സിസ്റ്റർ വരാറായപ്പോൾ തട്ടി വിളിച്ചിട്ട് ഞാൻ മാസ്ക് എടുത്ത് വെച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ എന്താ മാസ്ക് മാറ്റി വെച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കിത് വെക്കുമ്പോൾ ശ്വാസം മുട്ടുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റിയെടുത്ത് ഡോക്ടർ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരം വെളുത്തപ്പോൾ സിസ്റ്റർ വന്ന് ഡോക്ടർമാർ വന്നു. ഡോക്ടർമാരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെ പറയണം മാസ്ക് വെക്കുമ്പോൾ ശ്വാസം മുട്ടുവാന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് മാസ്ക് വെക്കുമ്പോൾ ശ്വാസം മുട്ടും. ആ ഡോക്ടർ പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ലല്ലോ, ഇനിയിപ്പം നിങ്ങൾക്ക് ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല ഡോക്ടർ എനിക്കിങ്ങനെ ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ശ്വാസം ഓക്സിജൻ വെക്കുമ്പോൾ ശ്വാസം മുട്ടുക, ഓക്സിജൻ മാസ്ക് മാറ്റി കഴിയുമ്പോൾ എനിക്ക് നല്ല ലെവലുണ്ട്. അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് 12 ദിവസം അവിടെ കിടന്നു. രാവിലത്തെ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചേട്ടനും അടക്കം ഇരുന്ന് ഞങ്ങൾ ചെല്ലുമായിരുന്നു. ചേട്ടൻ കിടക്കുകയാണെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്ന് കത്തിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ സിസ്റ്റർമാർക്ക് അറിയാൻ കൂടുതലല്ലേ, അവർ പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചാൽ ആ മുറി തന്നെ ഇരുന്ന് വാർഡിലാണ് കിടന്നത്, അവിടെ തന്നെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയുണ്ട്. 5ാമത്തെ ദിവസം ഈ ഡോക്ടർ പറഞ്ഞു നമുക്കെന്ത് മാസ്ക് ഇവിടെ വെക്കാം, നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്ന് എടുക്കാമല്ലോ എന്ന്. പിന്നെ ഇതുവരെ ചേട്ടന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല, മാതാവിൻ്റെ അനുഗ്രഹത്താണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ 2ാമത്തെ ഇഞ്ചക്ഷനും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 75 കിലോ ഉള്ള ആൾ 43 കിലോ ആയിപ്പോയി. വയനാട്ടിൽ തണുപ്പാണ്, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലും എൻ്റെ സഹോദരിയും ചേട്ടൻ്റെ സഹോദരിയും സിസ്റ്റർമാരാണ് DSS സമൂഹത്തിലെ. അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എവിടെയും പോകണ്ട, വേറെ വാടക വീട്ടിലൊന്നും പോകണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അവരുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ 21 ദിവസം അവിടെ താമസിച്ചു. അവിടെ ചാപ്പൽ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോയി. ചേട്ടൻ കിടന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കും. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങൾ 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആളെ ഓക്കെയായി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് 3ാമത്തെ ഇഞ്ചക്ഷൻ വെക്കണം. ആകെ 4 ആദ്യം ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന് പൈസയില്ല. ആദ്യത്തേന് എല്ലാവരും സഹായിച്ചായിരുന്നു. അപ്പം നോക്കുമ്പോണ്ട് മോന് ഒരു കമ്പനിയിലാണ് ജോലി, ESI കിട്ടും. അപ്പോൾ അവർ മാതാവും അത് ഞങ്ങളെ മുന്നോട്ട് ഒരുക്കിയതാണ്. അപ്പം ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഹെഡ് ഓഫീസിൽ പോയി അന്വേഷിക്കാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ, ബിംസ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും ESI മുഖേന എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് 3ാമത്തെ ഇഞ്ചക്ഷൻ മുതൽ 11 ഇഞ്ചക്ഷൻ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്തു. ESI മുഖേന ഞങ്ങൾക്ക് 55 ലക്ഷത്തിൻ്റെ മരുന്നാണ് ചേട്ടന് ഞങ്ങൾക്കിലേക്ക്. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. വയനാട് ജില്ലയിൽ അത്രയും പൈസ കിട്ടിയവരുണ്ടോ എന്ന് അറിയത്തില്ല. ഡോക്ടറും പറഞ്ഞു ഇതൊരു അത്ഭുതമാണെന്ന്. ആ ഡോക്ടർ പറഞ്ഞു സാധാരണ 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ കൊടുക്കുള്ളൂ, ഇത് 55 ലക്ഷം ഞങ്ങൾക്ക് തന്നു. കാരണം ഈ രോഗത്തിൻ്റെ വലുപ്പം അവർക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ESI മുഖേന ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ചേട്ടന് 11 ഇഞ്ചക്ഷൻ വെച്ചു. ലാസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ ഒരു സ്കാനിങ് ചെയ്തു. അപ്പോൾ ഉണ്ട് എല്ലാ രോഗങ്ങളും മാറി. ശ്വാസകോശത്തിലൊരു കടല പോലെ ഒരു സാധനമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നിർജീവമായിരിക്കുമെന്നും ചേട്ടനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പോകാൻ വേണ്ടി ഒരു ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു. ആ ഗുളിക കഴിച്ചു ഓഗസ്റ്റ് മാസത്തിൽ. ഞാനിവിടെ എല്ലാ 3 മാസം കൂടുമ്പോൾ പുതുക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ പറയുമ്പോൾ അവർ പറയും മരുന്നുകൂടെ മാറട്ടെ എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന്. പക്ഷേ ചേട്ടൻ നല്ല ആളൊക്കെ ആയിരുന്നു. ചേട്ടനും വരും പുതുക്കാൻ വരുന്ന കൂടെ ഇവിടെ വരുമായിരുന്നു. ഇവിടെ 5ാമത്തെ പ്രാവശ്യമാണ് ഈ 1.5 വർഷത്തിനുള്ളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ആ ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കഴിഞ്ഞ് ആ ഹീമാൻ്റെ ഗുളികയും കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് ജയമാല റാലിയിൽ ചേട്ടനും വരണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ അന്ന് MBR ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ്. അടുത്ത വർഷം ഞങ്ങൾ ജയമാല റാലി പങ്കെടുക്കാനുള്ള അനുഗ്രഹം തരണമേ അമ്മയെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഹീമാൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഒക്ടോബറിൽ. ഇവിടെ വന്ന് ഞങ്ങൾ ജയമാല റാലിയിൽ ഒരു കുഴപ്പം കൂടാതെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വഴിക്ക് പോലും നിന്നില്ല. അവിടെ ചെന്നു, ചേട്ടനവിടെ കിടന്നു. അവിടെ ക്ഷീണമായിരുന്നു, നന്നായിട്ടൊന്ന് ഛർദ്ദിച്ചു. അതോടുകൂടി പിന്നെ ഒരു രോഗവും ഇന്ന് വരെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിൽക്കുന്നു. ഇപ്പം ചെറിയ ചെറിയ പണികളൊക്കെ വീട്ടിലെടുക്കുന്നുണ്ട്. കാളോ ഇങ്ങനെ വെറുതെ ആയിട്ടിരിക്കുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ മോന് PSI ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. അവനിപ്പം 6 മാസത്തോളമായി ട്രെയിനിങ്ങിലാണ്. പോലീസിൽ ജോലി കിട്ടി. അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മൂത്ത മകളുടെ
മൂത്ത മോൻ്റെ മോക്കും ഭാര്യയ്ക്കും ഇപ്പം തിരുവനന്തപുരത്ത് ഹോമിയോപ്പതി PSC വിളിച്ച് ജോലി കിട്ടി. അമ്മ ഞങ്ങൾക്ക് ഈശോ ഞങ്ങൾക്ക് സഹനങ്ങൾ തരുന്നതോടൊപ്പം തന്നെ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഓരോ ഇവിടെ വന്ന് പുതുക്കാൻ വരുമ്പോൾ വീടുകൾ കയറി ഇറങ്ങി ഞാൻ കൊടുക്കും. ചേട്ടന് ചിലപ്പം കൂടെ വരും. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് വായിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തമിഴ്നാടിടവകയിലുള്ള എല്ലാവരും, അച്ഛനും എല്ലാ സിസ്റ്റേഴ്സും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അതുപോലെ തന്നെ ഓരോ രോഗികളെ കാണാൻ പോകുമ്പോൾ നമുക്ക് പറ്റുന്ന കാരുണ്യപ്രവൃത്തിയായിട്ട് പറ്റുന്ന സഹായം ചെയ്യും. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാണ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അപ്പം ഞാൻ പറയില്ല, ഞങ്ങൾ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഇപ്പം കുറേ പേര് അമ്മയുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, പൈസ ഇല്ലാത്തവരെയൊക്കെ കാരുണ്യപ്രവൃത്തി പോലെ ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വൃദ്ധസദനത്തിൽ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പം ഒത്തിരി പേര് ചേട്ടൻ്റെ ഈ രോഗസൗഖ്യം കിട്ടിയപ്പം ഞങ്ങളോട് പറയും പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം എല്ലാ പ്രാവശ്യം വരും പ്രാർത്ഥിക്കും. കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ വെച്ചത് എന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അമ്മ ഇടപെടണേ, അവർക്കിവിടെ വരാനുള്ള അനുഗ്രഹം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ ഇപ്പം പറഞ്ഞ പോലെ ഒരു സുഹൃത്ത് ചേട്ടനെ കാണാൻ വന്നു. ചേട്ടനെ കാണാൻ വന്നപ്പം അവർ ഒരു കേസിൻ്റെ ആവശ്യത്തിനായിട്ട് വടകര പോയിട്ട് വന്നതാണ്. അവർ പറഞ്ഞു അവരുടെ പെങ്കടം മോനുണ്ട് കൂടെ. അപ്പം അവന് ഭയങ്കര വിഷമായി. അപ്പം എന്നോട് പറഞ്ഞു, അവനാ പറഞ്ഞ് പിലോ ചേച്ചിനെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞത്, പിലോ ചേച്ചിൻ്റെ ചേട്ടനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവർ ഡൈവോഴ്സ് ആവാൻ പോവുകയാണെന്ന്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എന്താ പറ്റിയേ? അപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അവർ ഡൈവോഴ്സ് ആവാൻ പോകണേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നത്, ഞാൻ അവർ ഹൈക്കറൈസറാണ് അവർ. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റില്ലേ എങ്കിൽ നിങ്ങളെ മാതാവ് ഒരുമിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പിറ്റത്തെ മാസം വിധി പറയാനിരിക്കുകയായിരുന്നു. ഈ അമ്മാവനും അപ്പനും അമ്മയ്ക്കും എതിരായിട്ട് കേസ് കൊടുത്ത് വലിയൊരു വിധി വന്നേനെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റത്തെ മാസം ചെന്നപ്പോൾ ഉണ്ട് അവർ ഒരിക്കലും യോജിക്കുകയില്ലെന്ന് പറഞ്ഞ് ആ ഭാര്യ ഇവരുടെ ഒപ്പം വന്ന് ചായ കുടിച്ചു, മോളെ ഇവനെ കാണാൻ അനുവദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ അന്നേരം തന്നെ വിളിച്ചു, അത്ഭുതം നടന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വക്കീലാണ് ഇതിനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ സമ്മതിക്കാത്തത്, അവരിങ്ങനെ പല ഇതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയുടെ സാക്ഷ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ പറഞ്ഞത്. അതിൽ ഇപ്പം ഉടമ്പടിയുടെ ഒരു അനുഭവം അവിടെ വരുന്നത്, ഇപ്പം സാക്ഷ്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും മനസ്സിലായി. ഇപ്പോൾ ഡോക്ടർമാർ വേറെ മരുന്നൊന്നുമില്ല, ഇനി മുൻപോട്ടുള്ള സാഹചര്യം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തെ ഉടമ്പടിയിലുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഉടമ്പടി എടുത്തതിന് ശേഷം കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു, അത് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഒരു ധൈര്യമായിട്ടിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് കാശ് രൂപത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ധൈര്യമാണ്. അതൊരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തേത്, ഓരോ പ്രാവശ്യവും അവിടെ ആയിരിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും അടുത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുകയും, അതായത് ഒരു സാഹചര്യത്തെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഒപ്പം തന്നെ പ്രവർത്തനങ്ങളിലും, പ്രാർത്ഥനയിൽ മാത്രം പറയുന്നത് ശരിയല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ കാരുണ്യപ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ബോധ്യമുണ്ട്, ഇത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, ഉടമ്പടിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞും ജീവിത പങ്കാളിയുമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് വെച്ച് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അത് ഉടമ്പടിയുടെ പ്രത്യേകമായ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ അത് ദൈവ സാന്നിധ്യത്തിന് കാരണമാവുകയും സൗഖ്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇതുപോലെ ഇപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ട് വെൻറ്റിലേറ്ററിലോ ICUലോ കിടന്ന വ്യക്തികൾ ഇവിടെ വന്ന് ഈ അൾത്താരയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ ഉടമ്പടി എടുത്തേക്കാമെന്ന് പറയുമ്പോഴാണ് മാറ്റങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലും പല സാക്ഷ്യങ്ങളിലും ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമെന്ന് പറയുന്ന ഒരാളുടെ ഉടമ്പടി എന്ന് പറയുന്നത് അത്രത്തോളം ദൈവം വളരെ മൂല്യത്തോടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കർത്താവിന് വേണ്ടി ഞാൻ ജോലി ചെയ്തേക്കാം, കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കാം എന്നുള്ളൊരു വാഗ്ദാനമാണ് ഓരോ ഉടമ്പടിയും. ഏറെ പ്രത്യേകിച്ച് ഈ ലഭിച്ച ഈ സൗഖ്യത്തെ പ്രതിയും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച മറ്റ് അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.